ശാന്തത. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഈ ഒരു വാചകം ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിന്റെ നാടുകളെ തന്നെ വിറപ്പിച്ചിരിക്കുകയാണ്. യുദ്ധക്കപ്പലിന്റെ ഡെക്കിൽ നിന്ന് കടലിനെ നോക്കി നിൽക്കുന്ന ട്രംപിന്റെ ചിത്രം ആദ്യം കണ്ടപ്പോൾ പലരും അതിനെ ഇറാനെതിരായ പുതിയ അമേരിക്കൻ സൈനിക നീക്കത്തിന്റെ സൂചനയായി മാത്രം കണ്ടു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി 2.0 എന്ന പേരിൽ പശ്ചിമേഷ്യയിൽ വലിയ ആക്രമണത്തിന് ഒരുങ്ങുകയാണോ അമേരിക്ക എന്ന ചർച്ചകൾ നിമിഷങ്ങൾക്കകം ആഗോളതലത്തിൽ തന്നെ പടർന്നു. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ പോസ്റ്റിന്റെ അർത്ഥം വെറും ഇറാനെതിരായ യുദ്ധഭീഷണികളേക്കാൾ വലുതാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ലോകത്തിന്റെ ശ്രദ്ധ പശ്ചിമേഷ്യയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ അമേരിക്കയുടെ സ്വന്തം വാതിൽപ്പടിക്കരികിൽ തന്നെ മറ്റൊരു അപകടകരമായ നീക്കം നിലകൊള്ളുകയാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നത്. വെറും 90 മൈൽ അകലെയുള്ള ക്യൂബയിൽ നിന്ന് അമേരിക്കൻ നാവിക താവളങ്ങളെയും ഫ്ലോറിഡ തീരത്തെയും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ട്രംപിന്റെ കൊടുങ്കാറ്റ് യഥാർത്ഥത്തിൽ ഏത് ദിശയിൽ നിന്നാണ് വരുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരു വശത്ത് ഇറാനെതിരായ യുദ്ധ സാധ്യത, മറുവശത്ത് ക്യൂബ, ഇറാൻ, റഷ്യ ബന്ധത്തിന്റെ പുതിയ സൈനിക രൂപം. ലോകം അറിയാതെ തന്നെ മറ്റൊരു ശീതയുദ്ധത്തിന്റെ അതിർത്തിയിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അമേരിക്കയുടെ സ്വന്തം തീരത്തോട് ചേർന്ന് നിൽക്കുന്ന വെറും 90 മൈൽ അകലെയുള്ള ക്യൂബ, ഫ്ലോറിഡ തീരത്തെയും ഗ്വാനഡാമോ ബേയിലെ അമേരിക്കൻ നാവിക താവളത്തെയും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കൻ സുരക്ഷാ ഏജൻസികളെ ജാഗ്രതയിലാക്കിയിരിക്കുന്നത്. റഷ്യ, ഇറാൻ, ചൈന എന്നീ അമേരിക്ക വിരുദ്ധ ശക്തികളുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ക്യൂബ പുതിയ തലമുറ അസമതുല്യ യുദ്ധത്തിന്റെ പരീക്ഷണശാലയായി മാറുകയാണെന്ന സംശയമാണ് അമേരിക്കയെ അലട്ടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ക്യൂബ ഇതിനോടകം തന്നെ 300-ലധികം സൈനിക ഡ്രോണുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവയിൽ ചിലത് നിരീക്ഷണത്തിനും ചിലത് ആക്രമണ ആവശ്യങ്ങൾക്കുമായി രൂപകൽപ്പന ചെയ്തതാണെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഇറാനും റഷ്യയും വികസിപ്പിച്ചെടുത്ത കുറഞ്ഞ ചെലവിൽ ദീർഘദൂര ആക്രമണം നടത്താൻ കഴിവുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യകൾ ക്യൂബ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. യുക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഇത്തരം ഡ്രോണുകൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് ലോകം കണ്ടുകഴിഞ്ഞ സാഹചര്യത്തിൽ അമേരിക്കയുടെ അതിർത്തികൾക്കരികിൽ തന്നെ ഇത്തരമൊരു ശൃംഖല രൂപപ്പെടുന്നത് അമേരിക്കയെ അസ്വസ്ഥമാക്കുകയാണ്. CNN ഉൾപ്പെടെയുള്ള പല പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഗ്വാണ്ടനാമോ ബേ നാവിക താവളം പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. വർഷങ്ങളായി അമേരിക്ക ക്യൂബ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഈ സൈനിക കേന്ദ്രം ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അത് വെറും സൈനിക സംഭവമാകില്ല, മറിച്ച് അമേരിക്കയുടെ പ്രതാപത്തിന് നേരെയുള്ള വലിയ വെല്ലുവിളി തന്നെയാകും. ഫ്ലോറിഡയിലെ കീ വെസ്റ്റിനും സമീപ ജലാശയങ്ങളിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും ഭീഷണി ഉയരുന്നുവെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളെയും അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉയരുന്നത് ഹവാനയിൽ ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കളുടെ സാന്നിധ്യമാണ്. ഇറാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡ്രോൺ യുദ്ധ സാങ്കേതിക വിദ്യയിൽ വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. യമനിലെ ഹൂതി സേന മുതൽ റഷ്യൻ സൈന്യം വരെ ഇറാനിയൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. അതിനാൽ ക്യൂബ ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ നേരിട്ട് പഠിക്കുകയും അമേരിക്കയുടെ അതിർത്തികൾക്കരികിൽ തന്നെ പുതിയ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്നുവോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതേസമയം ട്രംപിന്റെ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്ന പോസ്റ്റ് പുതിയ അർത്ഥങ്ങളിലേക്ക് മാറുകയാണ്. ആദ്യം അത് ഇറാനെതിരായ അമേരിക്കൻ ആക്രമണത്തിന്റെ സൂചനയായി മാത്രം കണ്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അമേരിക്കയെ ചുറ്റിപ്പറ്റി ഒരേ സമയം രണ്ട് വലിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്നുവെന്ന ആശങ്കയാണ് ശക്തമാകുന്നത്. ഒരു ഭാഗത്ത് പശ്ചിമേഷ്യയിൽ ഇറാനെതിരായ യുദ്ധ സാഹചര്യം, മറുവശത്ത് അമേരിക്കയുടെ സ്വന്തം തീരത്തിനരികിൽ ക്യൂബ, ഇറാൻ, റഷ്യ സഖ്യത്തിന്റെ ഡ്രോൺ ഭീഷണി. കരീബിയൻ മേഖലയിലെ ഈ പുതിയ ശക്തി പ്രതിസന്ധി പലർക്കും ശീതയുദ്ധകാലത്തെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെ ഓർമ്മിപ്പിക്കുന്നതാണ്. അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും അമേരിക്കയുടെ അതിർത്തികൾക്കരികിൽ ശത്രു രാജ്യങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാകുന്ന ധാരണ അമേരിക്കയിൽ ഉയരുന്നത്. എന്നാൽ ഇത്തവണ മിസൈലുകൾക്ക് പകരം ഡ്രോണുകളാണ് പുതിയ ഭീഷണി. ചെലവ് കുറഞ്ഞതും കടത്താൻ ബുദ്ധിമുട്ടുള്ളതുമായ ഈ സാങ്കേതിക വിദ്യകൾ ഭാവിയിലെ യുദ്ധങ്ങളുടെ മുഖം തന്നെ മാറ്റിമറിക്കുമെന്ന് സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട്. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ട്രംപിന്റെ കൊടുങ്കാറ്റ് യഥാർത്ഥത്തിൽ ഏത് ദിശയിൽ നിന്നാണ് വരുന്നത്? ഇറാനെതിരായ അമേരിക്കൻ ആക്രമണമോ അതോ അമേരിക്കയുടെ സ്വന്തം വാതിൽക്കൽ രൂപപ്പെടുന്ന പുതിയ ഡ്രോൺ യുദ്ധ ഭീഷണിയോ? എന്തായാലും ആഗോള രാഷ്ട്രീയം അതീവ അപകടകരമായ ഒരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നതെന്ന സൂചനകളാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നൽകുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു പരമാർത്ഥമുണ്ട്: ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം ലോകം ഇന്ന് അമേരിക്കയ്ക്ക് എതിരെ ഒന്നിക്കുകയാണ്. ഒരു കാലത്ത് ലോകത്തിന്റെ ഏക ഛത്രാധിപതിയായിരുന്ന അമേരിക്കയുടെ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ ഇനി തലകുനിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇറാന്റെയും ക്യൂബയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അമേരിക്കൻ വിദേശ നയത്തിന്റെ പരാജയമാണ് ഈ പുതിയ ആഗോള കൂട്ടായ്മയ്ക്ക് ആക്കം കൂട്ടിയത്. അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടുന്നതിന് പകരം റഷ്യയും ചൈനയും ഇറാനും ക്യൂബയും കൈകോർത്ത് സൂപ്പർ പവറായ അമേരിക്കയ്ക്ക് ചുറ്റും ഒരു ചതിക്കുഴി തീർക്കുകയാണ്. ഈ ആഗോള പ്രതിരോധത്തിന് മുന്നിൽ അമേരിക്ക പതറുമോ അതോ ലോകത്തെ ഒരു മഹാവിനാശത്തിലേക്ക് തള്ളിവിടുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.